ഇന്നലെ നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഹർത്താലൊക്കെ ആണെങ്കിലും ഗുരുവായൂരപ്പന് ഹർത്താലൊന്നുമില്ല. അപ്പോൾ നല്ല ഭക്തർ വന്നിട്ടുണ്ടെന്നല്ലേ, അത്യാവശ്യം സാധാരണ ഈ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും ഒക്കെ തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് പേര് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നല്ല സന്തോഷത്തിലാണ്. ഇപ്പം ഹർത്താലാണ്, വണ്ടികളൊന്നുമില്ല, എന്നിരുന്നാലും എന്നെ കാണാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഇവിടെ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭഗവാന്റെ മുഖത്തുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ വിഷമാവും. ഭഗവാൻ തന്നെ എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് വരുത്തുന്നത്, അങ്ങനെയും കൂടെ പറയണല്ലോ. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ഇന്നലെ എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അറിയോ? മുരളീധരനായിട്ടാണ് നമ്മുടെ ഭഗവാൻ അലങ്കാരത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പൊന്നോടക്കുഴലിൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുനാഥം പൊഴിക്കുകയാണ്. ഭഗവാൻ ഏത് രൂപത്തിലാണോ ഭക്തർക്ക് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നിരിക്കുന്നത് കേട്ടോ. മനോഹരമായി ചാർത്തിയിരിക്കുന്ന മിടുക്കനായുള്ള ഒരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ. 2 തിരുമുടിമാലയുണ്ട് ഭഗവാന്. ഒരെണ്ണം ചുവപ്പും പച്ചയാണ്, തെച്ചിയും തുളസിയും കൂടി കോർത്തിട്ട്. പിന്നെ ഒന്നില് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദിയാറുവട്ടമുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. അതിൽ ചുവപ്പും വെളുപ്പും കൂടി ഇങ്ങനെ ഇടകലർന്നിട്ടാ, ഇപ്പം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കോർക്കില്ലേ, അതേപോലെ കോർത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിന് നടുക്കാണ് ഓടക്കുഴൽ ഊതിക്കൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പൊന്നും കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്, 2 കാതുകളിലും ഗോപി തിലകമാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാട്ടോ ഭഗവാൻ നിൽക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാനായിട്ട് വന്നിരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നന്നായി മുഖത്ത് കാണാനായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാലയുണ്ട്, ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മാലയുണ്ട്. ആ വയറിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം വെച്ചതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. നല്ല തിളക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടേക്ക്, ആ വെളിച്ചം തട്ടിയാലാണ് ഒരു തിളക്കം വരിക. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പൊന്നോടക്കുഴലിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുനാഥം പൊഴിക്കുക ഭഗവാൻ. അരയിൽ പട്ടുകോണകമൊക്കെ ചുറ്റിയിട്ടുണ്ട്, കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിക്കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ കാലുകളിലൊക്കെ കാൽത്തളകൾ ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള, നല്ല സ്വർണ്ണത്തിൻ്റെ വീതിയുള്ള കാൽത്തളകളാണ് ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. നന്നായി അത് കാണുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കുന്ന സമയത്തെ. അങ്ങനെ നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണുനാഥം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ മോഹന രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. എന്നിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.